ഹൈക്കോടതി നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥന് സുപ്രധാന ചുമതല നൽകി സർക്കാർ. ഡെപ്യൂട്ടി കളക്ടർ കെ മനോജിനാണ് എറണാകുളം ADM ആയി നിയമനം നൽകിയത്. അച്ചടക്ക നടപടിയുടെ ഭാഗമായി അണ്ടർ സെക്രട്ടറിക്ക് മുന്നിൽ തിങ്കളാഴ്ച ഹാജരാകാനിരിക്കെയാണ് നിയമനം. ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് കെ മനോജ് വരുത്തിയ വീഴ്ചയിലാണ് ഇദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ കേസ് ഇദ്ദേഹം ജൂനിയർ സൂപ്രണ്ടായി കണയന്നൂർ താലൂക്കിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഏതാണ്ട് ഒരു 8 ഏക്കറോളം നെൽവയൽ നികത്തിയതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിൽ 7ാം പ്രതിയാണ് മനോജ്. ഇങ്ങനെ മനോജിനെ പ്രതി ചേർത്തതിനെ തുടർന്ന് മനോജിനെതിരെ വകുപ്പ് തല നടപടി ആരംഭിച്ചിരുന്നു. എന്നാൽ ആ നടപടി കാര്യമായി മുന്നോട്ട് പോയില്ല. ഇതിനിടയിലാണ് അദ്ദേഹം ഇടുക്കി ഡെപ്യൂട്ടി കളക്ടറായിട്ട് ചുമതലയേൽക്കുന്നത്. ഈ സമയത്തും ഇദ്ദേഹത്തിനെതിരെ പല ആരോപണങ്ങളും ഉയർന്നു വന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് മൂന്നാറിലെ ഒരു റിസോർട്ടിന് വഴിവിട്ട് പ്രവർത്തനാനുമതി നൽകി എന്നുള്ള ആക്ഷേപം. ഇതിൽ ഹൈക്കോടതി ഇടപെടുകയും അതോടൊപ്പം തന്നെ കളക്ടറെ മറികടന്നാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്ന് വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഹൈക്കോടതി തന്നെ ഇദ്ദേഹത്തിനെതിരെ കർശന നടപടിയെടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ അന്വേഷണം നടത്തുകയും ഇദ്ദേഹത്തിനെതിരെ നടപടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻ റവന്യൂ മന്ത്രി കെ രാജൻ ഇദ്ദേഹത്തിന്റെ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട ഫയലിൽ കടുത്ത നടപടി വേണം എന്ന് ശുപാർശ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് എറണാകുളം പോലെ ഒരു പ്രധാനപ്പെട്ട ജില്ലയുടെ ADM ആയി കെ മനോജിനെ നിയമിക്കുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം ഈ തിങ്കളാഴ്ച അദ്ദേഹം ഈ അച്ചടക്ക നടപടിയുമായി ബന്ധപ്പെട്ട് അണ്ടർ സെക്രട്ടറിക്ക് മുന്നിൽ ഹാജരാക്കാനിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം ഇപ്പോൾ റവന്യൂ വകുപ്പിന്റെ മുന്നിലുണ്ട്. ഹൈക്കോടതിയുടെ നിർദ്ദേശം അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതിയോടെയാണ് ഈ മൂന്നാറിലെ റിസോർട്ട് നിർമ്മാണം നടത്തുന്നത്. അതുകൊണ്ടാണ് താൻ NOC ആവശ്യമില്ല എന്ന് റിപ്പോർട്ട് നൽകിയത് അല്ലെങ്കിൽ കത്ത് നൽകിയത് എന്നുള്ളതാണ് വിശദീകരണം. എന്തായാലും അതെല്ലാം പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ലാൻഡ് റവന്യൂ കമ്മീഷണർ തന്നെ ഇതിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇടുക്കിയിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കയ്യേറ്റങ്ങളിലൊന്നാണ് ചൊക്രമുടിയിൽ നടന്നത്. ആ ചൊക്രമുടിയിലെ കയ്യേറ്റത്തിനെതിരെ ആ ചൊക്രമുടിയിലെത്തി പ്രതിഷേധിക്കുകയും അതിനെതിരെ നടപടിയെടുക്കുകയും വേണമെന്നാവശ്യപ്പെടുകയും ചെയ്ത 2 പേര് ഇന്ന് ഈ മന്ത്രിസഭയുടെ ഭാഗമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി VD സതീശനാണ്. ഇതിനു പുറമെ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തലയും ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടതാണ്. അവർ അധികാരത്തിലിരിക്കുമ്പോഴാണ് കെ മനോജിന് തന്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ സുപ്രധാനമായിട്ടുള്ള ഒരു ചുമതല ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്.